നമ്മളൊരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പുണ്ട് സർ. എന്താണ് സർ അതിൻ്റെ സ്ഥിതി? ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങ് ഒരു പ്രൊഫസറും ഒക്കെ ആണല്ലോ. അങ്ങനോട് ഞാൻ ചോദിക്കട്ടെ, കുട്ടികൾ ആരെങ്കിലും ഇവിടെ പഠിക്കുമോ? എന്തെങ്കിലും ഒരു രക്ഷിതാക്കൾ കുട്ടികളെ പുറത്തു കൊടുക്കും. കാരണം എന്താ? ഒരു വശത്ത് റാഗിങ്, മറുവശത്ത് മയക്കുമരുന്ന്, കഞ്ചാവ്, കള്ള്, പിന്നെ പുരോഗമനം പറഞ്ഞിട്ട് മറ്റുള്ള ചില സംഗതികൾ ഞാനത് പറയുന്നില്ല. പിന്നെ കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളുടെ സ്ഥിതി എന്താ? ഒക്കെ ക്രിമിനലുകളല്ലേ സർ. ഞാൻ ചോദിക്കട്ടെ സർ, റാഗിങ് നിരോധന നിയമം പാസ്സാക്കിയത് 1988 ആ 9 വർഷക്കാലം കൊണ്ട് നിങ്ങളവിടെ ഇരിക്കുക. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് മറുപടി അവസരം ഉണ്ടല്ലോ. നിങ്ങൾ ഇരിക്കുക, നിങ്ങൾക്ക് മറുപടി അവസരം ഉണ്ടല്ലോ. സാർ, 9 വർഷം കൊണ്ട് നിങ്ങൾ നവകേരളം സൃഷ്ടിച്ചപ്പോ നിങ്ങൾക്ക് സഹിഷ്ണുതല്ല, നിങ്ങൾക്കില്ല. നിങ്ങൾക്കത് മനസ്സിലാക്കണം. നിങ്ങൾ ഇവിടെ ഒരാൾ പറയുമ്പോൾ ഒന്ന് കേൾക്കട്ടെ. മുഖ്യമന്ത്രി 2 മണിക്കൂർ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും എണീക്കില്ലല്ലോ. നമ്മൾ പറയുമ്പോൾ എണീക്കണേ, അവിടെ ഇരിക്കുക. സാർ, ഞാൻ ചോദിക്കട്ടെ, റാഗിങ് കേസ് പുറത്തു വന്ന് നമുക്കറിയാം. ഇവിടെ പറഞ്ഞല്ലോ എൻ്റെ സുഹൃത്ത് മോശം പറഞ്ഞല്ലോ, നമ്മൾ രാഷ്ട്രീയ ഭരണ മുസ്ലിം എല്ലാ റാഗിങ്ങിന്റെ തലപ്പത്തും മയക്കുമരുന്ന് SFI ആണ്. പിന്നെ പറയാക്കാൻ പറ്റുമോ? നമ്മളെങ്ങനെ പറയാക്കണത്?